പാലക്കാട് പട്ടഞ്ചേരി നാവുക്കോട് അച്ഛൻ്റെ മരണാനന്തര ചടങ്ങിൽ നിന്നും മകളെ പ്രാദേശിക സാമുദായിക നേതാക്കൾ ഇറക്കി വിട്ടു എന്ന് പരാതി. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും അവസരം നിഷേധിച്ചു എന്നാണ് മകൾ ലീല പറഞ്ഞത്. എന്നാൽ തങ്ങൾ ആരെയും ഇറക്കി വിട്ടിട്ടില്ല എന്നാണ് സാമുദായിക നേതാക്കളുടെ വിശദീകരണം. ഇല്ല ഞങ്ങള് എന്റെ പെങ്ങളാണ്, ചെറിയച്ഛന്റെ മകളാണ്. എന്റെ അനിയനും അവർ തമ്മിൽ ചെറിയ എന്തോ ഒരു ഇതിന്റെയാണ്. അല്ലാതെ വേറെ ഞങ്ങൾ സമുദായമായിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ സമുദായമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല സാറേ. സമുദായം ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്തെ, എങ്ങനെയാണ് ഈ പരാതിക്ക് പിന്നെ അടിസ്ഥാനം? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നല്ലോ. SKN, അതിൽ ലീലയുടെ പ്രതികരണമുണ്ട്, ലീലയുടെ സഹോദരൻ ശ്രീധരന്റെ പ്രതികരണം ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കാവുന്നതാണ്. അവർ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നാവുക്കാട് സ്വദേശിയായ 80-കാരനായ കൃഷ്ണൻ മരിക്കുന്നത്. ഏതാണ്ട് ഒരാഴ്ചയായി കിടപ്പിലായിരുന്നു. ഏതാണ്ട് വർഷങ്ങളായി അച്ഛനെ നോക്കുന്നത്, അച്ഛന് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് മകളാണ്. അച്ഛൻ പക്ഷേ തറവാട്ടിലാണ് താമസിക്കുന്നത്, തൊട്ടപ്പുറത്ത് തന്നെയാണ് തറവാട്. അച്ഛൻ മരിച്ചുവെന്ന വിവരം അറിയിച്ചതിനെ തുടർന്ന് തറവാട്ടിലെത്തി, അവിടെ തന്നെ തുടർന്നു. തൊട്ടടുത്ത ദിവസമായിരുന്നു സംസ്കാര ചടങ്ങുകൾ. അച്ഛൻ്റെ മൃതദേഹത്തിന് അരികിൽ മകളും അമ്മയും, 50-കാരി മകൾ ലീല, അതുപോലെ ലീലയുടെ സഹോദരിയുണ്ട്, മകൻ ശ്രീധരനുണ്ട്. എല്ലാവരും തന്നെ തുടർന്നു. പക്ഷേ അന്ത്യകർമ്മങ്ങൾക്കായി എടുക്കാൻ സമയത്ത് സാമുദായിക നേതാക്കൾ അറിയിക്കുകയായിരുന്നു എന്നാണ് ലീലയുടെ ആരോപണം. ഇവിടെ നിന്ന് പോകണം എന്ന് സാമുദായിക നേതാക്കൾ അറിയിക്കുകയായിരുന്നു. ലീല പോയാൽ മാത്രമാണ് സാമുദായിക നേതാക്കൾ എത്തി ചടങ്ങുകൾ, അവിടുത്തെ ശാന്തി അടക്കം എത്തി ചടങ്ങുകൾ ചെയ്യുകയുള്ളൂ എന്ന് അറിയിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കുടുംബം അവിടെ നിന്ന് ലീലയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ലീലയും അതുപോലെ തന്നെ ചേട്ടത്തിയമ്മയും ആ പ്രദേശത്ത് നിന്ന് മാറി സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. അതിനുശേഷം ഈ ചടങ്ങെല്ലാം, സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് തറവാട്ടിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് പറയുന്നത്. വലിയ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ലീല പ്രതികരിച്ചിട്ടുള്ളത്. ആ പ്രതികരണം കൂടി നമുക്ക് കേൾപ്പിക്കാവുന്നതാണ്. എന്തായാലും ലീലയുടെ ഈ ഒരു വിഷമത്തിൽ അവിടുത്തെ ലൈബ്രറി കൗൺസിൽ പ്രാദേശിക നേതാവ് അടക്കം ഇടപെട്ടിട്ടുണ്ട്. ജയകൃഷ്ണൻ നാവുക്കാട് ഒരു പരാതി തത്തമംഗലം പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് ഈ സാമുദായിക നേതാക്കളെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് തത്തമംഗലം CI വിളിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു അന്വേഷണം, ഗൗരവമുള്ള ഒരു അന്വേഷണം നടക്കുമെന്നാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ.